സൂര്യനായകനാകുന്ന തൃഷ നായികയാകുന്ന RJ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ സൂര്യയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ്. ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് വരുന്നതെന്നൊക്കെയാണ് RJ ബാലാജി ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. പുള്ളി ഇതിനകത്ത് ലോയറായിട്ടാണ്. തൃഷയുടെ സൗണ്ട്. RJ ബാലാജി പുള്ളിയാന്ന് തോന്നുന്നു ഇതിനകത്ത് വില്ലൻ. ആക്ച്വലി സോ കടவுள் വരും. ഇന്ദ്രൻസാ ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். அப்படியே சார் வரலங்க ஐயா. கேஸ் பாஸ் ஆன் டு நெக்ஸ்ட் மந்த் செகண்ட். வினோ മലയാളികൾ കുറെ ഉണ്ടല്ലോ. போலீஸ் தரப்புல இருந்து யாரும் வரலங்க ஐயா. கேஸ் பாஸ் ஆன் டு நெக்ஸ்ட் மந்த் 15th. திருநெல்வேலி வாங்கியாச்சு. இவங்க வாங்க முடியல. எப்படிங்க நீ யாரை வச்சு இனிமே இந்த கேஸ் நடத்துற நான் பாக்குறேன். ஏவட்டம் பரிவட்டம் உச்சியிலே ரசந்தன காப்பு சக்தியை சேர தொட்டு சட்ட முட்டின தட்டிலாட മ്യൂസിക് കൊള്ളാം, നൈസായിട്ട് വന്നിട്ടുണ്ട്. உங்களை இந்த கோட்ல நான் பார்த்ததே இல்லையே. பாக்கறது வெல்கம். கொஞ்ச நாள் இல்ல பயம் போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். ஹாய் ஹாய். GK விஷ்ணு கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாற்ற முடியாது. வந்துட்டேன்டா, இனிமே செம்ம அடி அடிக்க போறேன். வெள்ளக்கார சமயத்தை கூட பாவம் கேட்கலாம். இது கருப்புடா, கருப்புட சாமி கண்ணை சுத்தமா வெட்டி கசக்கி போட்டுடா. வேற பாய் என்ன பண்ண போற நீ? இனிமே கிரிக்கெட்ல நமக்கு சொல்ற வேலைக்கு போறியா? அதுக்கு ஏதோ கிரிக்கெட் தெரியுமா? கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம நிறுத்திருவியோ? நம்ம அன்பான ஃபேன்ஸ்க்காக. കറുപ്പ് ടീം RJ ബാലാജി ഒരു ടിപ്പിക്കൽ മാസ് മസാല സാധനം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം പിന്നെ നമുക്കറിയാം ഇടയ്ക്ക് കങ്കോ വന്നതും ഇതേപോലെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ പടം വൻ ശോകമായിരുന്നു. പക്ഷേ ട്രെയിലർ കുഴപ്പമില്ല, പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് വന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് അത്ര ഒരു ഹൈപ്പ് എന്ന രീതിയിലൊന്നുമില്ല. പിന്നെ ഒത്തിരി ഹൈപ്പ് ഇല്ലാതെ പടത്തിന് പോകുന്നത് എനിക്ക് നല്ലത്. ഓക്കെയാണ്. പിന്നെ പക്ക ഒരു സെലിബ്രേറ്റഡ് ടൈപ്പ് സാധനമാണ്. അതായത് മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് ഫാൻസിന് അത്യാവശ്യം അടിച്ചു പൊളിക്കാനുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ മ്യൂസിക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമാറ്റോഗ്രഫി ഇവരോടെയൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ഓക്കെ, എനിക്ക് ട്രെയിലറിനകത്ത് ഭയങ്കരമായിട്ടൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാം. സൂര്യയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അന്യായ സാധനമാണ്. ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ പടം പറ്റും. കാരണം പുള്ളി കുറേ ആയിട്ടൊരു കയറി വന്നിട്ടില്ല. അവസാനം 2 പടങ്ങൾ റെട്രോ ആണെങ്കിൽ പോലും നമ്മുടെ പുള്ളിയുടെ കങ്കോയാണെങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ടേഷൻ ലെവലൊന്നും വന്നിട്ടില്ല. സോ ഇത് ഭയങ്കര ഒരു ഡയറക്ടർ നല്ലൊരു ഇത് തരുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് പുള്ളി ഭയങ്കര ഒരു പക്ക ഒരു ഫാൻസിന് ട്രീറ്റ് എന്ന രീതിയിലാണ് ഈ പടം ഇറക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് കണ്ടു നോക്കാം. കാരണം എനിക്ക് ട്രെയിലറിൽ നിന്ന് എനിക്ക് ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഒരു മാസ് മസാല ഒരു പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമാണ്. പിന്നെ അങ്ങനത്തെ സാധനമാണ് കൂടുതലും തിയേറ്ററിൽ ആഘോഷമാകത്തുള്ളൂ. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ തമിഴ് ഫിലിംസും അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് സാധനം മാത്രമാണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. സൂര്യയുടെയും പിന്നെ കുറേ നല്ലൊരു കംബാക്ക് ആലോചിക്കുന്നുണ്ട്. കങ്കുവെ കൂടെ പുള്ളി വരുമെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ കങ്കുവയും നിരാശകളായിരുന്നു, റെട്രോയും നിരാശയായിരുന്നു. റെട്രോ പക്ഷേ ചിലവർക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതെ, ചിലവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു കാർത്തിക് സുബ്ബരായൻ്റെ പടം എന്ന രീതിയിൽ എനിക്കും റെട്രോ അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല എന്ന രീതിയുള്ളായിരുന്നു. വെറും കച്ചറപ്പടം ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിൾ എന്ന രീതിയാണ്. കാർത്തിക് സുബ്ബരായൻ്റെ ഫിലിമോഗ്രാഫിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുറഞ്ഞൊരു മൂവിയായിരുന്നു റെട്രോ. പിന്നെ ഇതേതായാലും കണ്ടിട്ട് കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഈ 14-ാം തീയതി പടം റിലീസ് ആവുന്നുണ്ട്. നമുക്ക് ഏതായാലും കണ്ടിട്ട് പടം എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് എന്നേക്കും വിളിച്ച് വിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് വൈബ്സ്.